അപ്പോൾ പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പിടിവാശിയിൽ കുടുങ്ങി MVD. ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ട വാഹനങ്ങൾ ഗ്യാരേജിൽ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. വാഹനങ്ങൾ ഇനി എന്ന് ലഭിക്കുമെന്നതിൽ വ്യക്തതയില്ല. അതിൽ എൻഫോഴ്സ്മെന്റിന് അടക്കം വാഹനങ്ങൾ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പിടിവാശിയിൽ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത്, ഗ്യാരേജിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. അഷിൻ ഡിയാഗോ, മന്ത്രി ഇങ്ങനൊരു പിടിവാശി എടുക്കേണ്ട ആവശ്യമുണ്ടോ? വാഹനങ്ങൾ ശരിക്കും വകുപ്പിന് ആവശ്യമുള്ളതല്ലേ? എൻഫോഴ്സ്മെന്റിൻ്റെ അടക്കം ഒരുപാട് കാര്യങ്ങൾ തകിടം മറിയുന്ന സമയമാണ്. വാഹനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ്. അതിനിടയിൽ മന്ത്രിയുടെ ഒരു ഒറ്റ പിടിവാശിയിലാണോ ഗ്യാരേജിൽ ഈ വാഹനം കിടക്കുന്നത്? അഷിൻ ഡിയാഗോ. ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് ആ 52 പുതിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് നൽകേണ്ടതാണ്. പക്ഷേ മന്ത്രിയുടെ ഒരു പിടിവാശിയെ തുടർന്ന് ഇതിപ്പോൾ ആനയറയിലെ സ്വിഫ്റ്റിന്റെ കേന്ദ്രത്തിലേക്ക് ഇവിടെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ഇത് പൂജ വയ്ക്കാനായി വെച്ചിരിക്കുന്നതല്ല. ഇത് ഏറ്റവും അത്യാവശ്യ ഘട്ടമാണ് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് എൻഫോഴ്സ്മെന്റിന് പോലും നടപടികൾക്ക് പോലും വാഹനങ്ങളില്ലാതെ അവർ കഷ്ടപ്പെടുമ്പോഴാണ് ഇത്രയും ഈ കാണുന്ന ജീപ്പ് മുഴുവൻ ഏതാണ്ട് 30ഓളം വരുന്ന ജീപ്പുകൾ അത്രയും എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ജീപ്പുകളാണ്. തൊട്ടപ്പുറത്തെ തന്നെ ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ഫുൾ ഓപ്ഷൻ വണ്ടികളും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും ഈ വാഹനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് മന്ത്രിയുടെ പിടിവാശിയെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് നടപടികൾ പോലും നടത്താൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം 52 വാഹനങ്ങളാണ് ഈ മോട്ടോർ വാഹന വകുപ്പിലേക്ക് പുതുതായി എത്തുന്നത്. അതിൽ 40 വാഹനങ്ങൾ മാത്രമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ 40 വാഹനങ്ങളുടെ ചടങ്ങിൽ നിന്നാണ് മന്ത്രി പിന്നീട് അത് റദ്ദാക്കി തിരിച്ചു പോകുകയും ചെയ്തത്. ബാക്കി 10 വാഹനങ്ങൾ അത് മറ്റൊരു ഉദ്ഘാടനമായി നടത്തി തരാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതായത് ഇലക്ഷൻ അടുക്കും തോറും ഉണ്ടാകുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നൊരു വിമർശനം കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. ഈ 52 വാഹനങ്ങളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അലോട്ട് ചെയ്തിട്ടുള്ള 40 വാഹനങ്ങളാണ്. ഇതിൽ 14 RTO കേന്ദ്രങ്ങളിലേക്ക് 28 വാഹനങ്ങൾ, അതായത് ഒരു RTO ജില്ലയ്ക്ക് 2 വാഹനങ്ങൾ എന്നുള്ള നിലയിലാണ് നിലവിൽ ഈ കാണുന്ന ജീപ്പുകളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അതുപോലും ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. മാത്രമല്ല ഈ വാഹനങ്ങൾ ഇപ്പോൾ KSRTCയുടെ സ്വിഫ്റ്റിന്റെ കേന്ദ്രത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനി എന്ന് തിരിച്ച് മോട്ടോർ വാഹന വകുപ്പിലേക്ക് നൽകും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇത് എന്ന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യവും നിലനിൽക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. മന്ത്രിയുടെ നീരസം മാറിയാൽ മാത്രമേ ഈ വാഹനങ്ങൾ വകുപ്പിന് വീണ്ടും കൈമാറുകയുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ വാഹനങ്ങളെല്ലാം സർക്കാരിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതല്ല. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 52 വാഹനങ്ങളാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അടയ്ക്കുന്ന ഫൈൻ, നമ്മൾ പോലീസുകാർ നമ്മളിൽ നിന്ന് വാങ്ങുന്ന ഫൈൻ, അതുപോലെ തന്നെ MVD ഉദ്യോഗസ്ഥർ നമ്മളിൽ നിന്ന് വാങ്ങുന്ന ഫൈൻ, ആ ഫൈനിന്റെ 50% പോകുന്നത് ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ടിലേക്കാണ്. ഈ ഫണ്ടിൽ നിന്നും പൈസ നൽകി മുടക്കി വാങ്ങിയ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ കിടക്കുന്നത്. ഇനി എത്ര ദിവസം ഇതിവിടെ കിടക്കേണ്ടി വരും എന്നറിയില്ല. രാവിലെ തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതൊരു ഉദ്ഘാടന ചടങ്ങായി നടത്താം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ഓരോ വാഹനങ്ങൾ സർവീസ് ചെയ്യേണ്ടി വരും, വീണ്ടും സർവീസ് ചെയ്യേണ്ടി വരും. ആ സർവീസ് പൈസ അതാര് നൽകും എന്നതിൽ വ്യക്തതയില്ല. മാത്രമല്ല ഈ പരിപാടി ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ പൈസയൊന്നും നൽകിയിരുന്നില്ല. അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നായിരുന്നു ആ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. അത് സംഘടിപ്പിക്കേണ്ട ചുമതല മന്ത്രിയുടെ ഓഫീസിനായിരുന്നു. പക്ഷേ അതും വലിയൊരു വീഴ്ചയിലേക്ക് സംഭവിച്ചതും മന്ത്രി പിന്നീട് നീരസത്തോടെ ഇറങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സമയത്ത് എൻഫോഴ്സ്മെന്റിന് പോലും വാഹനങ്ങളില്ലാതെ MVD കഷ്ടപ്പെടുമ്പോഴാണ് മന്ത്രിയുടെ പിടിവാശിയെ തുടർന്ന് ഇത്രയും വാഹനങ്ങൾ നമുക്ക് ചുറ്റും, എനിക്ക് ചുറ്റുമായി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അരുൺ, താങ്ക് യു അഷിൻ ഡിയാഗോ. പ്രിയപ്പെട്ട മിനിസ്റ്റർ, നമുക്ക് അങ്ങയോട് പറയാനുള്ളത്, അങ്ങ് ആ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോയി, നല്ല കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ചെയ്യും, അതാത് വകുപ്പുകളിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയിക്കാൻ. പക്ഷേ ആ കാര്യത്തിൻ്റെ പുറത്ത് ഈ 52 വാഹനങ്ങൾ ഗ്യാരേജിൽ പിടിച്ചിടുന്നത് ശരിയായൊരു രീതിയല്ല. അത് എത്രയും പെട്ടെന്ന് വകുപ്പിന് അലോട്ട് ചെയ്ത് കൊടുക്കുക. എൻഫോഴ്സ്മെൻറ്റിന് ആ വാഹനങ്ങൾ ആവശ്യമുണ്ട്. 1-2 അല്ലല്ലോ, 52 വാഹനങ്ങളല്ലേ, ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയതല്ലേ മിനിസ്റ്റർ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കണോ? ഇനി ആ വാഹനങ്ങൾ വകുപ്പിന് തിരിച്ചു കൊടുത്തേക്കുക. ഉദ്യോഗസ്ഥർ വന്നില്ലെങ്കിൽ വേണ്ട, മിനിസ്റ്റർക്ക് കാര്യങ്ങൾ നടന്നാൽ പോരെ. ആ കാര്യങ്ങൾ വകുപ്പിൽ നടക്കട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. അതുകൊണ്ട് മിനിസ്റ്റർ ആ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്യാരേജിൽ നിന്ന് വകുപ്പിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളുമായിട്ട് നിരത്തിലോടട്ടെ. റോഡപകടങ്ങൾ പെരുകി വരുന്ന സമയം കൂടിയാണ്.